നഗരസഭയും കൃഷിവകുപ്പും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുടുംബശ്രീ അംഗങ്ങളായ നിഷയും അതേപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്ന് നേതൃത്വം നൽകിയ നിഷ വളരെ ഭംഗി താമരക്കുളം വാർഡിൽ ഒരു നല്ല മനോഹരിത, അതായത് ജണ്ടുമല്ലികൾ നമ്മൾ പലപ്പോഴും ഊട്ടി പോലത്തെ മേഖലകളിലാണ് ഇത് ഇത്രയും ഭംഗിയായി നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മളെ നാട്ടിലുള്ള ആളുകൾ പോകുന്നത് ഇതേപോലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോകുന്നത് ഊട്ടിയിലോട്ടാണ്. ആ ഊട്ടിയിൽ നമ്മൾ നാട് കിടന്നുള്ള അത് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മളെ നാട്ടിൽ ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതോടൊപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിഷയും വളരെ ഭംഗിയായ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലാളികളോടുകൂടെ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തതിൻ്റെ ഒരു തിക്ത അനുഭവമാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഈ പുഷ്പമേള അല്ലെങ്കിൽ വിരിഞ്ഞ പുഷ്പങ്ങൾ ജെണ്ടുകൾ നിറഞ്ഞു നിൽക്കുന്നവർ കാണാൻ നമുക്ക് സാധിക്കുന്നു. ഇത് പലപ്പോഴും ബാംഗ്ലൂരിൽ നിന്നും അതേപോലെ തമിഴ്നാടിൽ നിന്നും കൊണ്ടുവരുന്നതാണ് പൂക്കൾ. ഒരു ഓണത്തിന് അത്തത്തിന് അല്ല അത്തം മുതൽ ഓണം വരെ ഉത്രാടം വരെ പൂക്കളിടാൻ പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അത് മാറ്റിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പ്രയത്നത്തിൻ്റെ ഒരു സാക്ഷാത്കരണമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ പുഷ്പം നല്ല രീതിയിൽ വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇവരുടെ ആത്മാർത്ഥമായ പ്രവൃത്തിയാണ്. കാരണം അതിനെ കൂടെ നിന്ന് കൊടുക്കാൻ മാത്രമേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ടും അത് നമ്മുടെ മണ്ണ് ഒരിക്കലും ചതിക്കില്ല എന്നുള്ളത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആത്മാർത്ഥയോടെ എന്തു ചെയ്താലും അത് കൃത്യമായിട്ട് നിന്നുകൊണ്ട് അതേപോലെ തന്നെ കുടുംബശ്രീയും ഇന്നത്തെ കൗൺസിലുമായ റസിയ ഇവരുടെ ആത്മാർത്ഥ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിതൊക്കെ വളരെ ഭംഗിയാക്കി ചെയ്യാൻ സാധിച്ചത്. ഇത് നാടിൻ്റെ ഉന്നമനത്തിനും കൃഷിക്കാർക്ക് ഒരു മെസ്സേജായി കൊടുക്കാൻ ഇതിലൂടെ നമുക്ക് സാധിച്ചു. ഇത് നല്ലൊരു മാതൃകയാക്കി ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയും നഗരസഭയുടെ സപ്പോർട്ടോടും കൂടിയിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തക നിഷയും കൂടെ ചെയ്തൊരു കൃഷിയാണിത്. ഇത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇതുണ്ടാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ ഇതുകൊണ്ട് പൂക്കളൊക്കെ ഒരുപാട് പൂക്കളുണ്ടായി. ഇതിന് പ്രയത്നിച്ച് അതിൻ്റെ ബാക്കിൽ നിന്ന് എൻ്റെ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഒരുപാട് നന്ദി സ്നേഹം അവരറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ കൗൺസിലറും എൻ്റെ വാർഡിൻ്റെ കൗൺസിലർ റസിയും ഇവരെല്ലാവരും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നഗരസഭയുടെയും എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും നേതൃത്വം കൊടുത്താലും ഞങ്ങൾ രണ്ടാളുടെ നേതൃത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണതല്ല ഇത്. ഇവരൊക്കെ ഒരുപാട് സപ്പോർട്ട് നമുക്കിതിൽ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നിലമ്പൂർ നഗരസഭയും തൊഴിലുറപ്പ് പദ്ധതിയും കൂടിയിട്ട് നമ്മൾ ഈ പൂക്കൃഷി ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് മണ്ണ് ചതിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് പൂക്കൾ ഭംഗിയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓണത്തിന് നമ്മുടെ ഈ നിലമ്പൂർ പ്രദേശത്തും പുറത്തേക്കും നമുക്കിത് കൊടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഓണത്തിന് ഇവിടെ എല്ലാവരെയും പൂക്കൃഷി കാണാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട്.
അതിൻ്റെ ഓരോ നടപടികൾ നമ്മൾ ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഈ വാർഡിൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രവർത്തനമായിട്ട് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം.